എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിത് ചെയ്യാൻ പോകുന്നത് പോർക്ക് ഒരു തിക്കി ഗ്രേവി ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈസ്റ്റർ ഒക്കെ വരുവാണല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു നല്ല അടിപൊളി പോർക്ക് തിക്കി ഗ്രേവി ആയിട്ട് വെക്കാം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതിലും നമ്മുടെ വീഡിയോക്കെല്ലാം കമന്റ് ചെയ്യുന്നതിലും നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ വിലയേറിയ എല്ലാ സപ്പോർട്ടുകളും വിലയേറിയ കമന്റുകളെല്ലാം നമുക്ക് തരിക. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ തനി നാടൻ സ്റ്റൈലായിട്ടാണ് നമ്മൾ പോർക്ക് ഒരു തിക്കി ഗ്രേവി ആയിട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ നേരെ വീട്ടിലോട്ട് തന്നെ പോവാം. അപ്പൊ നമ്മള് ഏകദേശം 1 കിലോ പോർക്കാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അതെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ കുക്കറിലോട്ട് ഇടാം. കുക്കറിലിട്ടിട്ട് നമുക്കൊരു 3 ഫിസില് അതിലോട്ട് നമുക്കൊരല്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാല ഇട്ട് കൊടുത്താൽ ഇത് നമ്മൾ പൊടിച്ചെടുത്ത മസാലയാണ്. ഒരല്പം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതുകൂടെ നമുക്ക് നല്ലതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ 3 ഫിസിൽ വരുന്നവരെ നമുക്ക് 3 ഫിസിൽ മതിയാവും. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. കടുക് കിട്ടുന്നില്ല നമുക്ക്. നമ്മളിതിലോട്ട് ഒരു 3 സവോളയാണ് ചെറുതായിട്ട് അരിഞ്ഞ് പുരട്ടിയെടുക്കുന്നത്. അതൊരു ബ്രൗൺ കളറായി വരട്ടെ. ഇതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് മൂടി വെക്കാം. അങ്ങനെ സവോള ഏകദേശം എല്ലാം വരണ്ടു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇതിന്റെ പച്ചപ്പൊന്ന് മാറി വെക്കാം. അങ്ങനെ നമ്മുടെ സവോള എല്ലാം വരണ്ടു വന്നിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് ഒരല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, ഒരു ടീസ്പൂണ്, നമ്മൾ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മെയിനായിട്ട് കുരുമുളക് പൊടിയാണ്. ഇനി നമുക്കിതിൻ്റെ പച്ചപ്പ് മാറുന്നത് നടത്തി കൊടുക്കാം.
ഏകദേശം മസാല എല്ലാം റെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോർക്ക് വേവിച്ച് അല്പം വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. പോർക്ക് വേവിച്ച ആ വെള്ളം തന്നെയാണ് ഇതിലോട്ട് ഒഴിച്ച് നമ്മൾ മസാല കൂട്ടിയെടുക്കുന്നത്. പോർക്കെല്ലാം ഇതിലോട്ട് കൊടുക്കും. ഇതിനെ ഒന്ന് തിളച്ചു വരട്ടെ. ഇപ്പോൾ ഒന്ന് തിളച്ചു വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ പോർക്ക് ടിക്കി ഗ്രേവി റെഡി ആയിരിക്കും. പോർക്ക് അടിപൊളിയായിട്ട് കറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിന്ന് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത്. ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. നമ്മളിന്ന് ബ്രെഡിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പം മക്കളൊത്ത് കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം ഞങ്ങൾ പറയുന്നതാണ്. കഴിക്കാൻ പോകുന്നത് ബ്രെഡും പോർക്ക് നല്ല തിക്കി ഗ്രേവി ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം അക്ഷിതയുണ്ട്, അമിതയുണ്ട്. അപ്പം നമുക്കിത് ഇച്ചിരി കുരുമുളക് കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ശാലം ചെറിയൊരു എരിവാണേ. ഓക്കെ, തരാം. അമിതയ്ക്കും 2 ബ്രെഡ് കൊടുക്കാം. അക്ഷിതയ്ക്കും 2 ബ്രെഡ് വെച്ച് നോക്കാം. എങ്ങനെയുണ്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയണേ. കഴിക്കട്ടെ. അടിപൊളി. എരിവ് കൂടുതലുണ്ടോ? ഇറച്ചി കളർ വന്നിട്ടുള്ളൂ അല്ലേ? അമിതയ്ക്ക് വേണം വലിയ താല്പര്യം. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിള്ളേരെ നല്ല അഭിപ്രായം പറഞ്ഞു. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. അല്പം കുരുമുളകിന്റെ കയറിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ കുറച്ച് കുരുമുളക് കയറി വയ്ക്കണം. നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രെഡിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. നിങ്ങളുടെ വീഡിയോയിലെ കമന്റുകൾ അയക്കുക. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വ്യത്യസ്തമായുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതാണ്. അതൊരു ബൈ ബൈ, ടേക്ക് കെയർ.